ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡിനെ പറ്റിയാണ് അല്ലേ. ആൻഡ്രോയിഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ മാപ്സ് ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആൻഡ്രോയിഡിനെ പറ്റി ഒന്ന് നോക്കാം അല്ലേ. ആൻഡ്രോയിഡ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു കാലത്ത് നമുക്ക് സ്മാർട്ട് ഫോൺസ് അതുപോലെ തന്നെ ടച്ച് ഫോൺസ് വൈറലായുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. ഈ ഏകദേശം ആ കാലഘട്ടത്താണ്, അതായത് 2003 ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യുന്നത് 2003 അതായത് ആൻറ്റി റൂബിൻ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് 2003 ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻറ്റി റൂബിൻ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അതിന് ഡെവലപ്മെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും അറിഞ്ഞില്ല അല്ലേ. ആൻറ്റി റൂബിൻ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അത് ആരും കസ്റ്റമേഴ്സിലേക്ക് അധികം എത്തിയിട്ടില്ല അല്ലേ. ഈ ആൻറ്റി റൂബിൻ അന്നേരം നമുക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു. ആൻറ്റി റൂബിന് ഇതിൻ്റെ ആൻഡ്രോയിഡിനുമായിട്ടുള്ള പ്ലാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടന്നില്ല. അപ്പം ഗൂഗിള് അത് ഏറ്റെടുക്കുകയാണ്. ഗൂഗിൾ എപ്പോഴാണ്? 2005 ഗൂഗിള് 17 ഓഗസ്റ്റ് 2005 ഗൂഗിള് ഏറ്റെടുക്കുന്നത്. ഗൂഗിള് ഏറ്റെടുക്കുകയാണ്, ആൻഡ്രോയിഡ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഗൂഗിളിന് ഒരു അറിയാം, അതായത് ആൻഡ്രോയിഡ് നമുക്കിനി പുതിയ കാലത്ത് വരുന്ന ചേഞ്ചസ്, നമുക്ക് ആൻഡ്രോയിഡ് കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഗൂഗിളിന് ഏകദേശം അറിയാം. അപ്പം അത് വലിയൊരു പ്ലാനാണ്. അപ്പോൾ ഗൂഗിൾ അത് ഏറ്റെടുക്കുകയാണ്, ആൻഡ്രോയിഡ് ഏറ്റെടുക്കുകയാണ്. 2005 ഏറ്റെടുത്തു. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് 2007 അതിനെ അനൗൺസ് ചെയ്തത് 2007 ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് 2007 ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007 ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അത് ലോഞ്ച് ചെയ്തപ്പോഴാണ്? ഗൂഗിൾ ലോഞ്ച് ചെയ്തത് 2008 ഗൂഗിള് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 2008 ഗൂഗിള് ലോഞ്ച് ചെയ്യുന്നത്. അത് ആൻറ്റി റൂബിൻ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ്? 2003 ഗൂഗിൾ അത് 17 ഓഗസ്റ്റ് 2005 ഏറ്റെടുത്തു. ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ ഏറ്റെടുത്തു. ആദ്യം നമുക്കറിയാം ലിനക്സ് കേണൽ, അതിനു മുമ്പൊക്കെ വിൻഡോസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ ലിനക്സ് കേണലായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ലിനക്സ് കേണൽ ബേസ് ചെയ്തിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചേഞ്ച് ആയി ആൻഡ്രോയിഡ് ആയത്. ആൻഡ്രോയിഡ് പിന്നെ ഗൂഗിൾ ഏറ്റെടുത്തു. ഗൂഗിൾ അത് അനൗൺസ് ചെയ്തത് 2007 പിന്നെ ലോഞ്ച് ചെയ്യുന്നത് 2008 ഓക്കെ. അപ്പം ആൻഡ്രോയിഡ് എന്നുള്ളത് അറിയാം. ആൻഡ്രോയിഡ് നമുക്ക് ആൻഡ്രോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ നമുക്ക് ഈസി ആയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലേ, ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിന്, അതായത് ഗൂഗിളിൻ്റെ സർവീസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അതേസമയം ഒരു ഡിസഡ്വാൻറ്റേജസ് കൂടിയാണ്. ശരിക്കും അത് ഡിസഡ്വാൻറ്റേജസ് ആണ്, അത് അഡ്വാൻറ്റേജസും ആണ്. അപ്പം ആൻഡ്രോയിഡിൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, ഡിവൈസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ്രോയിഡിൻ്റെ പ്രധാന പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ആൻഡ്രോയിഡ് എന്നൊക്കെ നോക്കാം. ആൻഡ്രോയിഡ് എന്താണ്? ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആദ്യം സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കേന്ദ്രീകരിച്ചായിരുന്നു ആൻഡ്രോയിഡ് ഇറക്കിയിരുന്നത്. അപ്പം ആൻഡ്രോയിഡ് ഇറക്കിയിരുന്നത് എന്താണ്? ഒരു സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു, അതിനു വേണ്ടിയായിരുന്നു ആൻഡ്രോയിഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമുക്കിപ്പം
ടി വികളിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസിൽ സ്മാർട്ട് വാച്ചിൽ, അതുപോലെ തന്നെ ടാബ്ലറ്റ്സിൽ, ലാപ്ടോപ്സിൽ, കാർസിൽ, ക്യാമറ, ഇതിലെല്ലാം നമുക്ക് ആൻഡ്രോയിഡ് അവൈലബിൾ ആണ്. അപ്പം ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് എന്നുള്ളതൊരു ഓപ്പൺ സോഴ്സ് കൂടെയാണ് അല്ലേ? ഓപ്പൺ സോഴ്സ് ആണ്. നേരത്തെ പറഞ്ഞു ലിനക്സ് ആണ്. ലിനക്സ് കേണൽ ആയിരുന്നു. ലിനക്സ് കേണൽ ബേസ് ചെയ്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു അല്ലേ? അപ്പോൾ അത് ചേഞ്ച് ആയതാണ് ആൻഡ്രോയിഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ആൻഡ്രോയിഡ് എന്നുള്ളതൊരു ഓപ്പൺ സോഴ്സ് കൂടെയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ്രോയിഡിന്. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് കൂടിയാണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തത് എന്താണ്? ജാവ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തത്. യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് കോട്ട്ലിൻ കോഡിംഗ് ലാംഗ്വേജ് ആയി. പിന്നെ ഇപ്പോൾ കറൻ്റ് ഫ്ലട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലട്ടർ ലാംഗ്വേജ് ആണ് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൽ ഫ്ലട്ടർ ലാംഗ്വേജ് ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർപ്പസ് ഈസ് ടു കണക്ട് എന്താണ്? യൂസർ ടു ഡിവൈസ് ആണ്. ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നു. യൂസറിനെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് യൂസറിനെ പരമാവധി ഡിവൈസുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആൻഡ്രോയിഡിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് ഈസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ആൻഡ്രോയിഡ് ഈസ് ഒരു OS ആണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ലിനക്സ് കേണൽ ആയിരുന്നു ആൻഡ്രോയിഡിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു ലിനക്സ് കേണൽ ബേസ്ഡ് ആണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അത് ചേഞ്ച് ആയി ആൻഡ്രോയിഡ് ആയതാണ് അല്ലേ? അതുപോലെ തന്നെ ജാവ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നേരത്തെ കോഡ്ലിൻ ആയിരുന്നു, അത് കഴിഞ്ഞ് കോഡ്ലിൻ വന്നു, അത് കഴിഞ്ഞ് ഫ്ലട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസറുമായിട്ട് കണക്ട് ചെയ്യാനാണ്, ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആൻഡ്രോയിഡിൻ്റെ സെക്ഷൻസ് നോക്കാം. ആൻഡ്രോയിഡിൻ്റെ സെക്ഷൻസ് വരുന്നത് എന്താണ്? ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ലൈബ്രറീസ് വരുന്നുണ്ട് അല്ലേ? ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറീസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് റൺ ടൈം വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലിനക്സ് കേണൽ. ഇത്രയാണ് സെക്ഷൻസ് വരുന്നത് അല്ലേ? അപ്പം ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലേ? അതായത് ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. ഇമെയിൽ ക്ലയൻറ്റ്, അതുപോലെ തന്നെ കലണ്ടർ, ഇതൊക്കെ ആൻഡ്രോയിഡിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. മാപ്സ്, SMS, അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ്രോയിഡിലുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് ആപ്ലിക്കേഷൻസ് ആണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതായത് വിഡ്ജറ്റ്സ്, അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അത് എങ്ങനെയാണ്? API യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കസ്റ്റമൈസേഷൻ വരുന്നത്. കാണാമോ? API ആണ് കേട്ടോ കസ്റ്റമൈസേഷൻ വരുന്നത്. അപ്പം API എന്ന് പറയുമ്പം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്.
അപ്പോൾ API കുറേ മെത്തേഡ്സ് തരുന്നുണ്ട്. ആൻഡ്രോയിഡ് നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഗൂഗിൾ മാപ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അത് പറയാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും API ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് നമുക്ക് സഹായിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് പറയുന്നത് ലൈബ്രറീസ് ആണ്. ലൈബ്രറീസിൽ യൂസ് ചെയ്യുന്നത് C അല്ലെങ്കിൽ C++ ലാംഗ്വേജസ് ആയിരുന്നു. C++ ലാംഗ്വേജസ് ആണ് ലൈബ്രറീസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൻഡ്രോയിഡ് റൺ ടൈം നോക്കാം. ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറീസിൻ്റെ, അതായത് ജാവ ലാംഗ്വേജസിൽ കൂടുതൽ അതിനകത്തുള്ള കോർ ലൈബ്രറീസിനെ ഫങ്ഷനബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൻഡ്രോയിഡ് റൺ ടൈം യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് റൺ ടൈം എന്താണ്? ജാവ ലാംഗ്വേജസിലുള്ള ലൈബ്രറീസിൻ്റെ കോറായിട്ടുള്ള ലൈബ്രറീസ് അതിനെ ഫങ്ഷനബിൾ ആക്കാനായിട്ടാണ്. ജാവ ലാംഗ്വേജസിലുള്ള കോറായിട്ടുള്ള ലൈബ്രറീസ് ഫങ്ഷനബിൾ ആക്കാൻ വേണ്ടിയാണ് ആൻഡ്രോയിഡ് റൺ ടൈം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലിനക്സ് കേർണൽ നമ്മൾ പറഞ്ഞു. ലിനക്സ് കേർണൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിനക്സ് കേർണൽ ഒരു ഹാർഡ്വെയർ എന്ന് പറയാം, ഹാർഡ്വെയർ സെക്ഷനും കൂടിയാണെന്ന് പറയാം. അതായത് നമുക്ക് ക്യാമറ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാർഡ്വെയർ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ് ലിനക്സ് കേർണൽ വരുന്നത്. ലിനക്സ് കേർണലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ആപ്ലിക്കേഷൻസ്, ആൻഡ്രോയിഡിലെ സെക്ഷൻസ് വരുന്ന ആപ്ലിക്കേഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ലൈബ്രറീസ് പറഞ്ഞു, ആൻഡ്രോയിഡ് റൺ ടൈം പറഞ്ഞു, ലിനക്സ് കേർണൽ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഗൂഗിൾ മാപ്പ്, ആൻഡ്രോയിഡ് ഗൂഗിൾ മാപ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ആൻഡ്രോയിഡിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്, ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതായത് ആപ്പിലുള്ള ഗൂഗിൾ മാപ്പിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്തുള്ള കറൻറ്റ് ലൊക്കേഷൻ ഉണ്ട്, അതല്ലേ, കറൻറ്റ് ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നാവിഗേറ്റ് ലൊക്കേഷൻ, ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെർച്ച് ലൊക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കസ്റ്റമൈസ്, ആൻഡ്രോയിഡ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് API നേരത്തെ പറഞ്ഞു, ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. ഇത് യൂസ് ചെയ്തിട്ടാണ്, ഇതിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ആപ്സിൽ ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കുന്നു. അതൊരു വലിയ കാര്യമാണ് അല്ലേ. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഏതൊക്കെയാണ്? നമുക്ക് കറൻറ്റ് ലൊക്കേഷൻ, അതുപോലെ തന്നെ കറൻറ്റ് ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നാവിഗേറ്റ് ലൊക്കേഷൻ, ഡയറക്ഷൻ, അതുപോലെ തന്നെ സെർച്ച് ലൊക്കേഷൻസ്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ആൻഡ്രോയിഡ് എന്നുള്ളതിൽ നമുക്ക് ഒരു വലിയ കരിയർ നമുക്ക് കാണാം അല്ലേ. നമുക്കൊരു ആൻഡ്രോയിഡ് എന്നുള്ളത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാ സ്മാർട്ട് ഫോൺസിലും ആൻഡ്രോയിഡ് iOS അതാണ് കേട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ആൻഡ്രോയിഡ് എന്നുള്ളത് വരും കാലത്തും ഒരു ചാൻസ് ഉള്ള മേഖലകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കാര്യം എന്തൊക്കെ ടോപ്പിക്സ് പറഞ്ഞു. ആൻഡ്രോയിഡ് ഒരു OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഓപ്പൺ സോഴ്സ് ആണ്,
അതുപോലെ തന്നെ ലിനക്സ് കേണൽ എന്നായിരുന്നു, ലിനക്സ് കേണൽ ബേസ് ചെയ്തിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ആദ്യം, പിന്നെയാണ് ആൻഡ്രോയിഡിലാക്കിയത്, ആൻഡ്രോയിഡിലായത്. ഓക്കെ, പിന്നെ ജാവ ലാംഗ്വേജസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, പിന്നെ കോട്ട്ലിനായി, പിന്നെ അത് ഫ്ലട്ടർ ആണ്, കറൻ്റ്ലി ഫ്ലട്ടർ ആണ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻ തന്നെ നമുക്ക് യൂസറിനെ, അതായത് ആൾക്കാരെ ഡിവൈസിനെയും, മനുഷ്യനെയും ഡിവൈസിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, കണക്ഷൻ നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. പർപ്പസ് ഈസ് ടു കണക്ട് യൂസർ ടു ഡിവൈസ്. ഓക്കെ, അതിന് പിന്നെ ആൻറ്റി റൂബിനാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു, ആൻറ്റി റൂബിനാണ് കണ്ടുപിടിച്ചത്. ആൻഡ്രോയിഡിൻ്റെ സെക്ഷൻസ് പറഞ്ഞു, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻസിൽ വരുന്ന മാപ്പിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് റൺ ടൈം ഉണ്ട്, ലിനക്സ് കേണലുണ്ട്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുക, ആൻഡ്രോയിഡിനെ പറ്റി കൂടുതൽ അറിയുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.